രാവിലെ ഇറങ്ങാൻ നേരം കെട്ടിയവൻ എന്നോട് പറഞ്ഞു ഇന്ന് മുതൽ വീടെല്ലാം തൂത്ത് ഉടച്ച് വൃത്തിയാക്കിക്കൊള്ളണേ. അപ്പോൾ പതിവില്ലാത്തതോടെ എന്താ കാര്യം എന്നല്ലേ. അപ്പോൾ കുറേ നാളായിട്ട് വാക്യൂം ക്ലീനറിൻ്റെ ആ ഡസ്റ്റ് ബാഗ് പോയിരിക്കുമായിരുന്നേ. അപ്പോൾ അത് ഞാനൊരു ലൈനിങ് 2 ലെയറായിട്ട് വെച്ചിട്ട് ഞാനൊരു ബാഗ് ഉണ്ടാക്കിയെങ്കിലും പക്ഷേ അതിനകത്ത് നിൽക്കുന്നില്ല കേട്ടോ. അത് വളരെ ഇങ്ങനെ ചെറിയ 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 പൊടികളെല്ലാം കൂടി ഈ പുറത്തേക്ക് വന്നിട്ട്, ഈ തുണി ആയതുകൊണ്ട് തന്നെ അതിന് ഹോളുണ്ടല്ലോ, നമുക്ക് കാണത്തില്ലെങ്കിലും അതിലും ചെറിയ പൊടികളെല്ലാം കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ. ഈ ഫിൽറ്റർ അടഞ്ഞു പോവുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു കുറേ നാളായിട്ട് പറഞ്ഞു ഒരു ബാഗ് നമ്മൾ നോൺ വോവൻ ഫാബ്രിക് വെച്ചിട്ട് തയ്ക്കണം എന്ന് പറഞ്ഞേ. അപ്പോൾ അതിനുള്ള ഫാബ്രിക്ക് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓരോരോ കാര്യം പറഞ്ഞിട്ട് അതിങ്ങനെ പെൻഡിങ് വെച്ചേക്കുമായിരുന്നേ. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അതിനുള്ള സമയം കിട്ടാറില്ല. പിന്നെ ആകെപ്പാടെ ഇതിന് 5 മിനിറ്റ് മതി. എന്നാലും നമ്മൾ അതിന് ഇരിക്കാതെ തീരുകയല്ലോ. വേറെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനിടയ്ക്കൊക്കെ ഇത് അങ്ങനെ ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ പെൻഡിങ് വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്, ഇനി ഇങ്ങനെ പോയാൽ പറ്റിയല്ലോ. കാരണം എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന കേട്ടോ. ഫാബ്രിക്കൊക്കെ ഇഷ്ടം പോലെ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സിബും ഇലാസ്റ്റിക്കും എല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ അതിനോട് പറഞ്ഞു ഇത് ഇന്ന് നിനക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇന്നും കൂടെ ചെയ്തില്ലെങ്കിൽ ഇനി ഞാനിത് ചെയ്യുകയല്ലെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തിയാൽ കൊള്ളാവോ. നമുക്ക് എല്ലാ പണിയും കൂടെ കഴിഞ്ഞിട്ട് ഇനി അടിച്ചു വാരി തൂത്ത് തുടയ്ക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് രാത്രിയാകും ബാക്കി പണികളെല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും. അപ്പോൾ പുള്ളിയാണെങ്കിൽ അത് ഇഷ്ടമായിട്ട് ചെയ്യുന്നതും കാരണം വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ പുള്ളി അത് ചെയ്തോളും കേട്ടോ. വളരെ സന്തോഷത്തോടു കൂടെ ചെയ്തോളും കേട്ടോ. പിന്നെ ഒരു ബാഗ് ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ പാടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഒന്നല്ല 2 ബാഗ് ഉണ്ടാക്കി കൊടുത്തത്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് പറയരുതല്ലോ. അപ്പോൾ ഞാൻ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടാട്ടോ എല്ലാം ചെയ്തേക്കുന്നത്. കാരണം ഇതൊരു കാരണവശാലും എനിക്ക് കീറിപ്പോകരുതല്ലോ. ഇനി അങ്ങനെ പറഞ്ഞിട്ട് ഇനി പണി എടുത്തില്ലെങ്കിലോ. അതുകൊണ്ട് ഞാൻ എല്ലാം 2 സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. ഇലാസ്റ്റിക് അതുപോലെ തന്നെ 2 ഇലാസ്റ്റിക് 2 ലെയറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പോകരുതല്ലോ. കാരണം ഈ പൊടി പുറത്തേക്ക് വരും. ചെറിയ പൊടി ആയതുകൊണ്ട് നല്ല ഇതിലെല്ലായിടത്തും ടൈറ്റായിട്ടിരുന്നില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാനിങ്ങനെ 2 ലെയറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തയ്ക്കാൻ നല്ല എളുപ്പമാണ്. കാരണം 5 മിനിറ്റത്തെ കാര്യമൊക്കെ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിനുവേണ്ടി ഇരിക്കാനുള്ള ഒരു മടി കൊണ്ടാണ് കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്കിടയ്ക്ക് അതിന് വേണ്ടി സമയം കിട്ടില്ല. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തയ്ക്കുവാണെങ്കിൽ അതിനിടയ്ക്ക് ഇതിൻ്റെ പുറകെ പോകാനുള്ള മടി കാരണം അങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് കുറേ നാളായി കേട്ടോ പറയുന്നു. അപ്പോൾ അങ്ങനെ 2 തയ്ക്കാമെന്ന് വിചാരിച്ചു. ഇനിയും ഉണ്ടോ 1 മീറ്റർ നോൺ വോവൻ ഫാബ്രിക് എന്ന് പറയുമ്പോൾ ഈ അപ്പോൾസ്ട്രി കടകളിലൊക്കെ അടുത്ത് കിട്ടുന്നത്. അപ്പോൾ ഈ ബാഗിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കർട്ടനൊക്കെ കിട്ടുന്ന കടയില്ല, അവിടെ കേട്ടോ ഇത് കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 1 മീറ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഒരു 4, 5, 6 തയ്ക്കാനുള്ളതുണ്ട് കേട്ടോ. പിന്നെ ഞാനാകെ 2 തയ്ച്ചുള്ളൂ കേട്ടോ. എനിക്ക് അത്രയും സമയം കിട്ടിയോളേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. 2 ബാഗ് തയ്ച്ച് വെച്ചിട്ടുണ്ടേ.